Dear students, welcome to CE 303 Structural Analysis 2 class. So, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്രോബ്ലം ആണ്. നമ്മുടെ 3 മൊമെന്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ബീം അനലൈസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ബീം, ഓവർഹാങ് ഉള്ള ഒരു കണ്ടിന്യൂസ് ബീം, ഓവർഹാങ് പോർഷൻ ഉള്ള ഒരു കണ്ടിന്യൂസ് ബീം 3 മൊമെന്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. So this is our question. Analyze the continuous beam shown in figure using 3 moment theorem. Draw bending moment diagram. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഗിവൺ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂസ് ബീം എ ബി സി ഡി ഇ എഫ്, അതിൽ എ ബി എന്ന് പറഞ്ഞ പോർഷനും അതുപോലെ ഇ എഫ് എന്നുള്ള പറഞ്ഞ പോർഷനും നോക്കിയാൽ അറിയാം ഓവർഹാങ് പോർഷനാണ്. ഇവിടെ ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. 2 മീറ്റർ ആണ് ഈ ഒരു ഓവർഹാങ് പോർഷന്റെ ലെങ്ത്. ഇവിടെയും 2 മീറ്ററിൽ യു ഡി എൽ ഓഫ് 40 കിലോന്യൂട്ടൺ പെർ മീറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓവർഹാങ് വരുമ്പോൾ നമ്മുടെ 3 മൊമെന്റ് ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സോ നമുക്കിവിടെ ബി സപ്പോർട്ടുകൾ ബി സി ഡി ഇ 4 സപ്പോർട്ടുകളുണ്ട്. 3 സപ്പോർട്ട്, അതായത് 2 സ്പാൻ കണ്ടിന്യൂസ് ബീമിനാണ് നമ്മൾ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് 3ൽ കൂടുതൽ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് 2 സ്പാൻ എടുത്തിട്ട് അതിനകത്ത് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. പിന്നെ അടുത്ത 2 സ്പാൻ എടുത്തിട്ട് അതിനകത്ത് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ അൺനോൺസ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 4 സപ്പോർട്ടുകളുണ്ട്. സോ ആദ്യം നമ്മൾ ബി സി ഡി എടുക്കും. ആദ്യത്തെ 3 സപ്പോർട്ട് എടുത്തിട്ട് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ദെൻ സി ഡി ഇ എടുക്കും, എന്നിട്ട് അതിനകത്ത് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. സോ അങ്ങനെ നമ്മൾ ഇത് സോൾവ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പ്രോബ്ലംസിലൊക്കെ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്, എൻഡ് സപ്പോർട്ട് ഹിഞ്ചഡ് ആയതുകൊണ്ട് അവിടുത്തെ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരുന്നു. ഇവിടെ ഒരു കേസിൽ ഓവർഹാങ് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഓവർഹാങ്ങിലുള്ള ലോഡ് കാരണമുള്ള മൊമെന്റ് ഉണ്ടാവും ഈ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ. അതുപോലെ ഇ എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആണ് ഇവിടെ. സോ എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആയ കേസിൽ നമുക്കറിയാം മൊമെന്റ് 0 ആയിരുന്നു. ബട്ട് ഇവിടെ ഒരു ഓവർഹാങ് പോർഷനിൽ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കോൺസെൻട്രേറ്റർ ലോഡ് കാരണം ഈ ഒരു സപ്പോർട്ടിൽ മൊമെന്റ് ഉണ്ടാവും. ഇവിടെ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കില്ല. ആ ഒരു ചേഞ്ച് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എഴുതാം. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. സോ ഇവിടെ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ്, ഇവിടെ ഹിഞ്ചഡ് ആണ്. സോ 2 നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ്. ഇവിടെ റോളർ ആയതുകൊണ്ട് 1, ഇവിടെ റോളർ സപ്പോർട്ടാണ്. സോ 1, ഇവിടെ 1. സോ വി ഗെറ്റ് 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം 3, ദാറ്റ് ഈസ് 5 മൈനസ് 3 ഈസ് ഈക്വൽ ടു 2. സോ ഹിയർ നമ്മുടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 ആണ്. സോ നമുക്ക് 2 സെറ്റ്സ് ഓഫ് 3 മൊമെന്റ് ഇക്വേഷൻസ് ഉണ്ടാവും. അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ 2 അൺനോൺസ് വാല്യൂസും കിട്ടും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഈ ബിയിലെയും മൊമെന്റ് കണ്ടുപിടിക്കാം. നേരത്തെ കേസിലുള്ള എൻഡ് സപ്പോർട്ട് ഹിഞ്ചഡ് ആയിരുന്നു, നമുക്ക് ഡയറക്റ്റ് എം ബിയുടെ വാല്യൂ 0 ആയിരുന്നു. ബട്ട് ഹിയർ ഒരു ഓവർഹാങ് പോർഷൻ ആണ് വരുന്നത്. സോ ഓവർഹാങ് പോർഷനിലുള്ള ലോഡ് കാരണമുള്ള മൊമെന്റ് ഈ ഒരു സപ്പോർട്ടിൽ ഉണ്ടാവും. സോ ഫസ്റ്റ് നമുക്ക് എം ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ എം ബി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നത്. 40 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ്. എ ബിയിലും ബി സിയിലും 40 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സോ ഇവിടെ 40 കിലോന്യൂട്ടൺ പെർ മീറ്റർ, 2 മീറ്റർ ആണ് സ്പാന്. സോ നമ്മൾ എം ബി ഈ ഒരു സപ്പോർട്ടിലേക്കാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. സോ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ യു ഡി എൽ കാരണം ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം യു ഡി എൽ ആവുമ്പോൾ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ യു ഡി എൽ വാല്യൂ 40 ഇൻറ്റു ഡിസ്റ്റൻസ് 2 ഇൻറ്റു 2/2. നമുക്കറിയാം യു ഡി എല്ലിന്റെ മൊമെന്റ് കണ്ടുപിടിക്കാൻ. യു ഡി എല്ലിന് നമ്മളൊരു പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യും. പോയിന്റ് ലോഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആയിരിക്കും സ്പാൻ. സോ 40 ഇൻറ്റു 2, അപ്പൊ അത് ഇവിടെ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നത്, ഇതിന്റെ സെന്ററിൽ, 2ന്റെ സെന്റർ, ദാറ്റ് ഈസ് ഇവിടുന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും ഇത് കോൺസെൻട്രേറ്റർ ലോഡ് 40 ഇൻറ്റു 2 എന്ന് പറഞ്ഞ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മൊമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 40 ഇൻറ്റു 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 1, ദാറ്റ് ഈസ് 40 ഇൻറ്റു 2 ഇൻറ്റു സെന്റർ ആയതുകൊണ്ടാണ് 2/2. ഏതാണ് സ്പാന്, അതിന്റെ സെന്ററിൽ, ദാറ്റ് ഈസ് ഹിയർ 2/2. സോ 40 ഇൻറ്റു 2/2 ആണ് എം ബിയുടെ മൊമെന്റിന്റെ വാല്യൂ വരിക. ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്കറിയാം ഈ ഒരു ലോഡ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ
നമ്മൾ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലേക്കാണ് മൊമെന്റ് എടുക്കുന്നത്. സോ ഇങ്ങനെ താഴോട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ നമുക്ക് അറിയാം നമ്മുടെ ഒരു ഇതിനകത്ത് മൊമെന്റ് ഇങ്ങനെയാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ. ആസ് പെർ സൈൻ കൺവെൻഷൻ നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ സെക്ഷന്റെ ഇതാണ് നമ്മുടെ സെക്ഷൻ എങ്കിൽ അതിന്റെ ഈ ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൊമെന്റ് ഹോക്കിംഗ് മൊമെന്റ് ആണ്. ദാറ്റ് ഈസ് വാല്യൂ നെഗറ്റീവ് ആണ്. ഹോക്കിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മൊമെന്റ് ആണ്. സോ നമ്മുടെ ഇവിടെ നമ്മൾ ലോഡ് ഈ ഒരു പോയിന്റിലേക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹോക്കിംഗ് മൊമെന്റ് ആണ് വരുന്നത്. സോ ഹോക്കിംഗ് മൊമെന്റ് ആയതുകൊണ്ട് ഇവിടെ വാല്യൂ നെഗറ്റീവ് ആണ് വരിക. ഓക്കെ. സോ -40 × 2/2 ദാറ്റ് ഈസ് -80 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എം ബിയുടെ വാല്യൂ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇയും ഒരു ഓവർഹാങ് പോർഷൻ വരുന്നതാണ്. ഇ എഫ് എന്നുള്ളത് ഒരു ഓവർഹാങ് പോർഷൻ ആണ്. സോ ഇയിലും വരുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓവർഹാങ് പോർഷനിൽ വരുന്ന ലോഡ് കാരണമുള്ള മൊമെന്റ് ആയിരിക്കും ഇയിൽ വരുന്നത്. ഇവിടെ എം ഇയുടെ വാല്യൂ നമുക്ക് 0 അല്ല, വാല്യൂ ഉണ്ടാവും. ഈ ഓവർഹാങ് പോർഷനിലുള്ള ലോഡ് കാരണം ഇയിലും ഒരു മൊമെന്റ് ഉണ്ടാവും. സോ എം ഇ ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഇ. ഇവിടെ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. 40 കിലോന്യൂട്ടൺ, ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇ എന്ന് പറഞ്ഞ പോർഷനിലേക്ക് ഈ ലോഡ് കാരണം മൊമെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ലോഡ് ആക്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ ലോഡ് ഇൻറ്റു 40 × 2 വരും. ഇത് ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ സെക്ഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ക്ലോക്ക് വൈസ് ആണെങ്കിലും ഹോഗിങ് ആണ്. ഇതാണ് നമ്മുടെ ഹോഗിങ്ങിന്റെ സൈൻ കൺവെൻഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ഹാൻഡ് സൈഡ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഹോഗിങ് മൊമെന്റ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് മൊമെന്റിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആണ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ ഇവിടെയാണ് ഇങ്ങോട്ടാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെയും വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ഹോക്കിംഗ് മൊമെന്റ് ആണ്. ആൻഡ് ദ വാല്യൂ ഈസ് -40 × 2 ദാറ്റ് ഈസ് -80 കിലോന്യൂട്ടൺ മീറ്റർ. സോ നമ്മൾ എം ബിയിലെയും എം ഇയിലെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. സോ നമുക്കിവിടെ ബിയിലെ മൊമെന്റ് കിട്ടി. ഓവർഹാങ് പോർഷൻ ആണ്. അപ്പോൾ ഓവർഹാങ്കിലുള്ള ലോഡ് കാരണമുള്ള മൊമെന്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇയിലും ഓവർഹാങ്കിലുള്ള ലോഡ് കാരണമുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എം ബിയുടെയും എം ഇയുടെ വാല്യൂ കിട്ടി. ഇനി ബാക്കി വരുന്ന എം സി ഉണ്ട്, എം ഡി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 അൺനോൺസ് ആണുള്ളത്. എം സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം, എം ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എ കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് ദ ബെൻഡി മൊമെന്റ് ഡയഗ്രം കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് കൺസിഡർ ദ സ്പാൻ ബി സി. സ്പാൻ ബി സി എടുക്കുകയാണ്. സ്പാൻ ബി സിനകത്ത് യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. 40 കിലോന്യൂട്ടൺ പെർ മീറ്റർ യു ഡി എൽ ആണ് വരുന്നത്. ലെങ്ത് ഓഫ് ദ സ്പാൻ 3 മീറ്റർ ആണ്. സോ നമുക്കറിയാം യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ ബെൻഡി മൊമെന്റ് ഡയഗ്രം പരാബോളയാണ്. ആൻഡ് ദ മാക്സിമം ഓർഡിനേറ്റ് WL²/8 ആണ്. സോ ഹിയർ ലെങ്ത് ഓഫ് ദ സ്പാൻ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പാൻ വരുന്നത് ബി സി ആണ്. L1 ലെങ്ത് ഓഫ് ദ സ്പാൻ L1 ഈസ് 3 മീറ്റർ. ആൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 ഈസ് I. പിന്നെ ഈ കേസിലും ദർ ഇസ് നോ സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട് സെറ്റിൽമെന്റിനെ കുറിച്ചൊന്നും ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയാം എച്ച് എയും എച്ച് സിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ എച്ചിന്റെ ടേംസ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലും വരില്ല. സോ 6EHA/L1 6EHC/L2 ആ 2 ടേംസും നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ 3 മൊമെന്റ് ഇക്വേഷനത്തിലെ ലാസ്റ്റ് 2 ടേംസും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ വരില്ല, സെറ്റിൽമെന്റ് ഒന്നും ഇല്ലാത്തത് കാരണം. നമുക്ക് L1 I1 എഴുതി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. സോ അതിന് ഫസ്റ്റ് മാക്സിമം ഓർഡിനേറ്റ് അറ്റ് ദ സെന്റർ. യുഡിഎൽ ആക്ട് ചെയ്യുന്നത് കാരണം സെൻട്രലായിരിക്കും മാക്സിമം മൊമെന്റ് വരുന്നത്. ആൻഡ് ദ വാല്യൂ WL²/8. WL²/8 W40 into L3. So 40 into 3²/8. So 45 kilonewton meter. സോ നമ്മൾ മാക്സിമം ഓർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ഏരിയ A1. സോ പരാബോളയാണ് 2/3 BH ആണ് ഏരിയ. 2/3 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ സ്പാൻ 3 H നമ്മുടെ WL²/8. സോ 2/3 ഇൻറ്റു 45 ദാറ്റ് ഈസ് 90 കിലോന്യൂട്ടൺ 90. ഇനി സ്മോൾ A1 എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ഓഫ് ദ ബെൻഡി മൊമെന്റ് ഡയഗ്രാം.
that is span by 2. Span 3 meter ആണ്. So 3 by 2 that is 1.5. So നമ്മൾ BC എന്ന് പറഞ്ഞ സ്പാനിനകത്തുള്ള എല്ലാ അൺനോൺ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് CD എടുക്കാം. കൺസിഡർ സ്പാൻ CD. സ്പാൻ CDനകത്ത് ഒരു കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് എ സ്പാൻ CD. ടോട്ടൽ 6 മീറ്റർ ആണ് ലെങ്ത് ആൻഡ് ഒരു 60 kN സെൻട്രലിൽ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഓഫ് ദി സ്പാൻ ഈസ് 6 മീറ്റർ. സോ ഹിയർ നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കിൾ ആയിരിക്കും. മാക്സിമം വാല്യൂ WL/4 ആണ്. സെൻട്രലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്പാൻ ഈസ് 6 മീറ്റർ. മൊമെന്റ് ഓഫ് ഇനേഷ്യ I2 ഈസ് 2I. And here maximum ordinate at the center is equal to WL/4. Therefore area of the bending moment diagram, that is A2 is equal to half into BH. So area of bending moment diagram half BH, so which is equal to half into B 6 meter, H is equal to WL/4. WL/4 the value 60 into 6/4, that is 90 kilonewton meter. So here H is equal to 90, that is area is equal to 270. Similarly A2, small A2 is the centroidal distance from the support. So from here the load, so ഈ കേസിൽ ലോഡ് സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രൽ ആക്ട് ചെയ്യുമ്പോൾ സ്പാൻ്റെ സെൻട്രൽ ലൈൻ ആയിരിക്കും. സോ L2/2 that is 6/2 is equal to 3 meter. So similarly consider span DE. സ്പാൻ ഡിയിലും സെൻട്രലിൽ കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. Simply supported beam, concentrated load 80 kilonewton, and the total length of the span is 4 meter. This is 2 meters. So central ആണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രൽ ആക്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കിൾ വിത്ത് മാക്സിമം വാല്യൂ WL/4. So here's L3, that is the length of the span is 4 meter, and the moment of inertia I3 is 1.5I. So maximum ordinate at center is equal to WL/4, which is equal to 80 into 4/4, 80. Then area A3 is equal to half BH, half into 4 into 80. That is 160. Here small A3, that is the central distance also. ഇവിടെയും 80 കിലോമീറ്റർ സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെൻട്രൽ ഡിസ്റ്റൻസ് L/2. സോ 4/2 2 മീറ്റർ. സോ നമ്മൾ എല്ലാ സ്പാനും കൺസിഡർ ചെയ്തിട്ട് ക്യാപിറ്റൽ എയും സ്മോൾ എയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമ്മളിവിടെ 4 സപ്പോർട്ട് വരുന്നുണ്ട്. സോ നമുക്ക് 2 സെറ്റായിട്ട് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ സ്പാൻ BC ആൻഡ് CD. So apply 3 moment equation. Apply 3 moment equation for span BC and CD. So നമ്മുടെ equation MB into L1/I1 plus 2MC into L1/I1 plus L2/I2 plus MD into L2/I2 is equal to minus 6 A1 by I1 L1 minus 6 A2 by I2 L2. നമുക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓവർഹാങ് പോർഷൻ ആണ്. സോ ഓവർഹാങ് പോർഷനിൽ മൊമെന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്.
സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ -80 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. L1ന്റെ വാല്യൂ 3 മീറ്റർ. സോ 3/I1 I ആണ് പ്ലസ് 2 MC അൺനോൺ ആണ് 3/I പ്ലസ് L2 6 ആണ് ആൻഡ് I2 2I ആണ് പ്ലസ് MD ഓൾസോ അൺനോൺ L2 6/2I is equal to -6 into A1 90 into small a1 1.5 by 3I minus 6 into A2 270 into 3 by 2I into 6. So we get minus 240 by I minus 240 by I plus minus 240 plus 12 MC by I plus 3 MD by I is equal to minus 270 by I minus 405 by I. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ -240 ഉണ്ട്, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകാം. പിന്നെ I എല്ലാ ടേമിലെയും I ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് 12 MC പ്ലസ് 3 MD is equal to minus 435. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ BCD എന്ന് പറഞ്ഞ സ്പാനിനകത്ത് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ CDയിൽ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ 3 മൊമെന്റ് ഇക്വേഷൻ for span CD and DE. നമ്മുടെ ഇക്വേഷൻ MC into L2 by I2. L1 പകരം ഇവിടെ നമുക്ക് L2 ആണ് സെക്കൻഡ് സ്പാനും തേർഡ് സ്പാനിലുമാണ് നമ്മൾ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. കറസ്പോണ്ടിങ് അപ്പോൾ L2 I2 L3 I3 വരും. 2 MD into L2 by I2 plus L3 by I3 plus ME into L3 by I3 which is equal to minus 6 A2 A2 by I2 L2 minus 6 A3 A3 by I3 L3. So ഓരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MC ഹിയർ അൺനോൺ ആണ്. MC into L2 6 by I2 2I plus 2 MD into 6 by 2I plus L3 4 and I3 1.5I plus MEയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർഹാങ് പോർഷൻ ആണ്. ഓവർഹാങ് പോർഷനിൽ വരുന്ന മൊമെന്റ് -80 ആയിരുന്നു. സോ -80 into 4 by 1.5I is equal to -6 into 270 into 3 by 2I into 6 minus 6 into 160 into 2 by 1.5 I into 4. അപ്പോൾ നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്യാം. 6/2 3. സോ 3 MC by I plus 6/2 3 4 by 1.5. So 11.33 MD by I is equal to, so minus 405 minus 320. ഈ ടേം -80 into 4 by 1.5 I റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ പ്ലസ് 213.33
എല്ലാ ടേംസിലും ബൈ ഐ ഉണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഐ ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. സോ വി ഗെറ്റ് 3mc പ്ലസ് 11.33 md is equal to minus 511.67. So this is our second equation. So നമുക്ക് രണ്ട് ഇക്വേഷൻസും കിട്ടി. സോ രണ്ട് ഇക്വേഷനിലും രണ്ട് അൺനോൺസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി അൺനോൺസ് കിട്ടാൻ. സോ ബൈ സോൾവിങ് ഇക്വേഷൻസ് 1 and 2 we get mc is equal to minus 26.73 kilonewton meter and md is equal to minus 38.08 kilonewton meter. So നമ്മുടെ unknown values calculate ചെയ്തു. So now therefore thus the value mb is equal to minus 80 kilonewton meter, mc is equal to minus 26.73 kilonewton meter and md is equal to minus 38.08 kilonewton meter and me is equal to minus 80 kilonewton meter. So ഇതാണ് ഓരോ സപ്പോർട്ടിലും വരുന്ന മൊമെന്റ്സ്. നെക്സ്റ്റ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്നത് നോക്കാം. സപ്പോർട്ട് മാർക്ക് ചെയ്യാം. എ ബി സി ഡി ഇ ആൻഡ് എഫ്. സോ ബി സിയിൽ നമുക്കറിയാം യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. യു ഡി എൽ ആക്ട് ചെയ്യുന്ന കാരണം മൊമെന്റ് പരാബോളയാണ്. വാല്യൂ മാക്സിമം വാല്യൂ 45 kilonewton meter. സി ഡിനകത്ത് കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. വാല്യൂ 90 kilonewton meter. ഡിഇയിൽ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത് 80 kilonewton meter ആണ് വരുന്നത്. 80 kilonewton meter. ഇനി നമുക്ക് എൻഡ് മൊമെന്റ് ഓരോ സപ്പോർട്ടിലും വരുന്ന മൊമെന്റ് മാർക്ക് ചെയ്യാം. അത് ഫ്രീ എൻഡ് ആണ്. സോ മൊമെന്റ് 0 ആയിരിക്കും. ആൻഡ് ബിയിൽ നമുക്ക് കിട്ടിയ മൈനസ് 80 ആണ്. സോ ബിയിൽ മൈനസ് 80 ആണ് വരുന്നത്. സോ അത് മാർക്ക് ചെയ്യാം. ബിയിൽ മൈനസ് 80. അതുപോലെ ഇയിലും മൈനസ് 80 ആണ് വാല്യൂ വരുന്നത്. നമ്മൾ ഓവർഹാങ് ലോഡിൽ ലോഡ് കാരണം മൊമെന്റ് എഫിൽ വാല്യൂ 0 ആണ്. സോ ഹിയർ 80, ഹിയർ ഓൾസോ 80. ആൻഡ് എംസിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് മൈനസ് 26.73 ആണ്. ആൻഡ് എം ഡിയുടെ വാല്യൂ മൈനസ് 38.08. and 38. 26.73. 38.08. ആൻഡ് ഇയില് 80, എഫില് 0. സോ നമുക്ക് കമ്പൈൻ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. ഈ പോർഷനിലൊക്കെ നെഗറ്റീവ് മൊമെന്റ് ആണ്. നമ്മുടെ സപ്പോർട്ട് മൊമെന്റ് മാത്രമേ ഉള്ളൂ. സോ നെഗറ്റീവ് മൊമെന്റ് ആണ്. ഇവിടെ പോസിറ്റീവ് മൊമെന്റ് വരും. ഇവിടെയും പോസിറ്റീവ് മൊമെന്റ് വരും. ഇവിടെയും പോസിറ്റീവ് മൊമെന്റ്. ആൻഡ് ഈ പോർഷനിലൊക്കെ ന്യൂട്രലായി പോയി. ഇവിടെ ന്യൂട്രലായി പോയി. പോസിറ്റീവ് നെഗറ്റീവ് വന്ന് ന്യൂട്രലായി പോയി. ബാക്കി ഇവിടെയൊക്കെ നെഗറ്റീവ് മൊമെന്റ് വരും. സോ റെഡ് കൊണ്ട് ഹാച്ച് ചെയ്തൊക്കെ നെഗറ്റീവ് മൊമെന്റ്സ്, ബ്ലൂ കൊണ്ട് ഹാച്ച് ചെയ്തൊക്കെ പോസിറ്റീവ് മൊമെന്റ്സ്. സോ ഇതാണ് നമ്മുടെ നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. താങ്ക് യു.